വ്യക്തിപരമായ ജീവിതത്തിന്റെ അന്ധകാരം, നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം, ദേശത്തിന്റെ അന്ധകാരം, രാഷ്ട്രങ്ങളുടെ അന്ധകാരം മാറുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, വെളിച്ചമാകുന്ന യേശുവിനെ ഉയർത്തുക. ദൈവത്തിന് മഹത്വം. ഇടയ്ക്ക് കയറി പറയാം, സുവിശേഷം വന്നതാണ് ജനത്തിൻ്റെ മട്ടും രീതിയെല്ലാം മാറ്റിയത്. പണ്ട് കാലത്ത് എല്ലാവർക്കും റോഡിൽ കൂടെ നടക്കാനൊന്നും ഒക്കത്തില്ല. അത് ഈ സ്ഥലത്തും ഏത് സ്ഥലത്തും എല്ലാവരും റോഡിൽ കൂടെ നടന്ന പ്രശ്നമാണ്, അയിത്തമുള്ള കാലമാണ്. ഇപ്പം മനുഷ്യന് അറിവും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ആയി, അതുകൊണ്ട് അതൊന്നും വില പോകുകയല്ല. എല്ലാവർക്കും റോഡിൽ കൂടെ നടക്കാനൊക്കത്തില്ല. എൻ്റെ ഭാഷ പറഞ്ഞാൽ പട്ടിക്കും പന്നിക്കും വഴി കൂടെ നടക്കാൻ, മനുഷ്യന് നടക്കാൻ മേല. പട്ടി നടന്നാൽ ആരും ഒന്നും പറയത്തില്ല, പക്ഷേ മനുഷ്യൻ നടന്ന പ്രശ്നമാണ് അന്ന്. എന്നാൽ അതിനെ മാറ്റം വരുത്തുവാൻ മുഖാന്തരമായത് സുവിശേഷമാണ്. നിങ്ങൾ ചരിത്രം പഠിച്ച് പുറകോട്ട് ചെന്നാൽ വന്ന് നിൽക്കുന്ന സ്ഥലം അതാ. അടിമ കച്ചവടമുള്ള കാലം ഉണ്ടായിരുന്നു, അടിമ ചന്തകളുണ്ടായിരുന്നു. മനുഷ്യനെ അടിമകളായിട്ട് വിൽക്കുക, അടിമച്ചന്ത. ആ അടിമ സമ്പ്രദായത്തിന് മാറ്റം വന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. മാത്രമല്ല, പള്ളിക്കൂടത്തിൽ എല്ലാവർക്കും കയറി പഠിക്കാനൊക്കത്തില്ല. വിദ്യ അഭ്യസിക്കുന്നത് വിലയ്ക്ക് ഒരു കാലമുണ്ട്. അത് ഉന്നതന്മാരെന്ന് അഭിമാനിക്കുന്നവർക്ക് മാത്രം വിദ്യ അഭ്യസിക്കാം. സംസ്കൃത ഭാഷ ദേവഭാഷയാണ്. അതെല്ലാവരും ഉച്ചരിക്കരുത്, എല്ലാവരും കേൾക്കരുത്, എല്ലാവരും അത് പറയരുത്. അത് പറഞ്ഞാൽ അവനെ നാവ് പിടിതെടുക്കണം, കേട്ടാൽ ചെവിക്കൊക്കെ തീയം ഉരുക്കി ഒഴിക്കണം. സ്കൂളിൽ കയറ്റത്തില്ല, ഒന്നിച്ചിരിക്കുകയല്ല. അയിത്തമുള്ള കാലം. അപ്പൊ ഇതിനെല്ലാം മാറ്റം വന്നതും വരുത്തിയതും സുവിശേഷം വന്നതുകൊണ്ടാണ്. ആ കാര്യങ്ങളെല്ലാം ഒന്നും ഇന്ന് പറയുന്നില്ല. ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് യോഗമുണ്ടല്ലോ, യുക്തമായിട്ട് സന്ദർഭോചിതമായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിനെല്ലാം മുഖാന്തരം സുവിശേഷം ഉയർത്തപ്പെട്ടത് കൊണ്ടാണ്. ഞാനെപ്പോഴും പറയും, ഇതുപോലെ വെള്ളവസ്ത്രം ധരിച്ച് എല്ലാവർക്കും നടക്കാൻ ഒക്കത്തില്ല. എന്തിനാ എല്ലാവരുടെയും കാര്യം പറയുന്നത്? എൻ്റെ വല്യപ്പൻ്റെ അപ്പന് ഇതുപോലെ വെള്ളവസ്ത്രം ധരിച്ച് റോഡിൽ കൂടെ നടക്കാൻ ഒക്കുകയല്ല. ഒരു 100 കൊല്ലം മുമ്പ് മറ്റുള്ളവർക്ക് നടക്കാം, നിങ്ങൾക്കൊക്കെ നടക്കാതിരിക്കാതെ നിങ്ങൾക്കിത് പറഞ്ഞിട്ട് വലിയ പ്രയാസം വരാത്തത്. സ്തോത്രം. ഞങ്ങൾ 150 കൊല്ലം മുമ്പ് ഇത്രയൊക്കെ ധരിച്ച് നടന്നതാണെന്നാ നിങ്ങളുടെ ഇരിപ്പും പാവവും കണ്ടിട്ട്. ആയിക്കോട്ടെ. എന്നാൽ പണ്ട് ഇതൊക്കത്തില്ല. അഥവാ ഒരു അധസ്ഥിതനായ അധകൃതനായ അങ്ങനെയുള്ളവർക്ക് വെള്ളത്തുണി ധരിക്കണമെങ്കിൽ ചെളി വാരി തേക്കണം, കരി വാരി തേക്കണം, അല്ല തൂവെള്ളം എടുത്തോണ്ട് നടക്കാനൊക്കത്തില്ല. അപ്പൊ ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ആശുപത്രിയിൽ ചെന്നാൽ എല്ലാവർക്കും മരുന്ന് കൊടുക്കുകയല്ല. എല്ലാവരുടെയും അടുക്ക വന്ന് ഡോക്ടർമാർ പരിശോധിക്കത്തില്ല. അതിനൊക്കെ പ്രത്യേക സ്ഥലമുണ്ട് ഓരോ ആൾക്കാർക്കും. അതുകൊണ്ടൊക്കെ ആദര ശുശ്രൂഷ രംഗത്ത് മിഷണറിമാര് ആ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്ത് ആ താഴേക്കിടയിലുള്ള ആൾക്കാരെ സഹായിപ്പാനും രക്ഷിപ്പാനും അവർക്ക് ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ ആ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. എന്തിനേറെ അങ്ങനെ വല്ലാത്ത, അതുകൊണ്ടൊക്കെ ആയിരിക്കും പ്രാന്താലയം എന്നൊക്കെ വിളിച്ചത്. ഇപ്പോഴും മിക്കതിനും ഭ്രാന്താ. അതെ, ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞിപ്പോൾ കടിപിടി കൂടുകയല്ലേ. ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാം, ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേര് പറഞ്ഞ് മനുഷ്യൻ കടിപിടി കൂടരുത്. ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം ഒരു വ്യക്തിയിൽ നിന്ന് ജനിച്ചതാണ്. അങ്ങനെ ആ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പണ്ടൊക്കെ ഇത് തരംതിരിച്ച് പഠിപ്പിച്ച് വെച്ചിരിക്കുക. ബ്രാഹ്മണോകം നരേന്ദ്രോകം ആഡ്യോഗം എന്നിങ്ങനെ ആമ്രേടിതം കലർന്നിടുന്ന ചാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ച് കാച്ചിച്ചു പോകിലും ബന്ധു വെണ്ണീറായി ചവഞ്ഞു പോയിടിലും മണ്ണിന് കീടായി കൃമികളായി പോയിലും നന്നല്ല ദേഹം. പണ്ട് പഠിച്ചതാ. അത് സ്കൂളിൽ പിള്ളേർക്കും പഠിക്കാനുണ്ട്. ലക്ഷ്മണോപദേശം എന്ന ജ്യേഷ്ഠൻ അനുജന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗം മലയാള ഭാഷയുടെ പിതാവാകുന്ന എഴുത്തച്ഛൻ
അധ്യാത്മരാമായണത്തിൻ്റെ അയോധ്യാകാന്ഡത്തിലെ വിച്ഛിന്നാഭിഷേകം എന്ന് പറയുന്ന ഭാഗത്ത് വളരെ നല്ല പദപ്രയോഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സ്കൂളിൽ ഞാൻ പണ്ട് പഠിച്ചതാ. വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും, എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായി ഇല്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ, ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യ ധനാദിയും ഇതെല്ലാം സ്വപ്നം കാണുന്നത് പോലെ. താഴോട്ട് ഒത്തിരിയുണ്ട്. ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസുമോർക്ക നീ, വക്കിനി സന്തപ്ത ലോകസ്താമ്പു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം, ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ, കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. അപ്പോൾ ഈ കാണുന്നതെല്ലാം ക്ഷണഭങ്കുരമായ ജീവിതമാണ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലൊരു ശ്വാസം, മനുഷ്യരൊക്കെ നെടിലായി നടക്കുന്നു നിശ്ചയം. മനുഷ്യന്റെ ആയുസ് 4 വിരൽ നീളം, ചാഞ്ഞു പോകുന്ന നെടല് പോലെ, പുരപ്പുറത്തെ പുല്ല് പോലെ, നിലത്തൊടിക്കുന്ന വെള്ളം പോലെ. സങ്കീർത്തനക്കാരൻ പാടുക, ഞങ്ങളുടെ ആയുസ് എത്ര എന്നതിനെ ഞങ്ങളെ അറിയിക്കണം. മനുഷ്യ ആയുസ് ക്ഷണികമാണ്. വെള്ളത്തിലെ കുമിള പോലെ എന്ന CS-ന്റെ പാട്ടിനകത്തൊരു വരി, വെള്ളത്തിൻ കുമിള പോലെ. ചുട്ടുപടിപ്പിച്ച ഇരുമ്പിന്റെ പുറത്ത് ഒരു തുള്ളി വെള്ളം അമ്പു ബിന്ദുന, ആ വെള്ളം വീണാൽ ഷൂന്നൊരു ശബ്ദം കേൾക്കാൻ വെള്ളം കാണുകയില്ല. ഇതുപോലെ മനുഷ്യ ജീവിതം. ഞാനും നിങ്ങൾ ഒരു ദിവസം മരിക്കും. മനുഷ്യ ജീവിതം ക്ഷണഭങ്കുരമാണ്. ഇങ്ങനെ ക്ഷണികരായ മനുഷ്യന്, ആ മനുഷ്യൻ ഒരു വ്യക്തിയിൽ നിന്ന് ജനിച്ചത്. വിശുദ്ധ തിരുവെടുത്ത് അങ്ങനെ പഠിപ്പിക്കുന്നത്. അല്ലാതെ പല ഭാഗത്ത് നിന്ന് പല രീതിയിൽ വന്നെന്നല്ല, ഒരാളിൽ നിന്ന് ജനിച്ചതാണ്. അങ്ങനെയാ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. പുസ്തകത്തിൽ ഇങ്ങനെ വാക്യം നിങ്ങൾക്കറിയാം, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനാ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. സകല മനുഷ്യവർഗവും ഒരു വ്യക്തിയിൽ നിന്ന് അവൻ ജന്മം കൊണ്ടവരാ. ദൈവത്തിന്റെ സൃഷ്ടിയാ. 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് തദനന്തരം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ളതേകിയായി. ഒരു വ്യക്തിയിൽ നിന്നാണ് സകല മനുഷ്യരും മനുഷ്യരായി തരംതിരിവും ജാതി സ്പർദ്ധയൊക്കെ വളർത്തിയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് പറയാം, മതത്തിന്റെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, പണത്തിന്റെ പേര് പറഞ്ഞ് അടിപിടിയും കൂടരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. ഇന്നും നാളെയും ഈ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. മനുഷ്യനായിട്ട് കാണണം, മനുഷ്യനെ ബഹുമാനിക്കണം, മനുഷ്യനെ ആദരിക്കണം, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണണം. ഇതാ യേശു പഠിപ്പിച്ചത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ്റെ പടലി വെട്ടിക്കൊണ്ട് വാ, ഞാൻ നിന്നിൽ പ്രസാദിക്കുമെന്നല്ല യേശു പറഞ്ഞത്. കൂടെയുള്ളൊരുത്തനും തന്നെ പിടിക്കാൻ വന്നപ്പോൾ വാളെടുത്ത് വെട്ടിയപ്പോൾ യേശു അവനെ തടഞ്ഞു. വാളറയിലിടാൻ പറഞ്ഞു. വാളെടുക്കുന്നവൻ വാളറയിലിട്. അല്ല യേശുവിൻ്റെ മാർഗം. ദൈവത്തിന് മഹത്വം. ശാസിച്ചു. ആ മൽക്കോസ് എന്ന് പറയുന്ന അവൻ്റെ കാത് അറുത്തിട്ടു. ആ യേശു ആ കാതെടുത്ത് എൻ്റെ ഭാഷയെ പറഞ്ഞ ഫിറ്റ് ചെയ്തേച്ചാ പോയത്. അവൻ ആരാ? യേശുവിനെ പിടിക്കാൻ വന്നവനാ. നമ്മുടെ നാടൻ ഭാഷ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ശത്രുവാ. തന്നെ പിടിക്കാൻ വന്നവൻ്റെ പ്രധാനപ്പെട്ട ഒരുത്തനാ. അപ്പൊ പത്രോസ് വാളെടുത്ത് വെട്ടി. യേശു പറഞ്ഞു വാളറയിലിടാൻ പറഞ്ഞു. തിരിച്ചു വെട്ടുന്ന നമ്മുടെ മാർഗമല്ല, തിരിച്ചടിക്കുന്ന നമ്മുടെ മാർഗമല്ല, തിരിച്ചു പ്രതികരിക്കുന്നത് നമ്മുടെ മാർഗമല്ല. നമ്മുടെ മാർഗം യേശു കാണിച്ചതാണ്. അതുകൊണ്ടല്ലയോ എത്രയോ സുവിശേഷകന്മാരെ ഉപദ്രവിക്കുന്നു, തിരിച്ചടിക്കുന്നില്ലല്ലോ. എത്രയോ പേരെ മർദ്ദിക്കുന്നു, തിരിച്ചടിക്കുന്നില്ലല്ലോ. എന്തെല്ലാം അനാവശ്യങ്ങളും എന്തെല്ലാം ചീത്തത്തരങ്ങളും ആമയും ദൈവദാസന്മാരെയും ദൈവമക്കളെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന പല പല മാധ്യമങ്ങളിൽ കൂടി ആരും തിരിച്ച് പ്രതികരിക്കത്തില്ല. കാരണം പ്രതികരിക്കുന്നത് നമ്മുടെ മാർഗമല്ല. നമ്മുടെ മാർഗം യേശു കാണിച്ചതാ. എന്തുവാ? തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും രോമം കത്തിരിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. ഇന്ന് രാത്രി ആ മാർഗമാണ് നമ്മുടെ മാർഗം. അപ്പൊ തിരിച്ചടിക്കുന്ന മാർഗമല്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ യേശു തന്നെ ഉപദ്രവിക്കാൻ വന്നവൻ വേദന കൊണ്ട് പൊളയി ആ കാത് അറുത്തിട്ടു. അന്നേരം യേശു ആ കാതെടുത്ത് ശരിപ്പെടുത്തി അവൻ്റെ വേദനയെ ശമിപ്പിച്ചു. നമുക്ക് വിചാരിക്കണം മാതൃക. സ്തോത്രം. പണ്ട് പുരാണ കഥയിൽ ഒരു ഭാഗമുണ്ട്. സ്കൂളിൽ നിങ്ങൾ പഠിച്ചതാ, ഞാനും പഠിച്ചതാ. പണ്ട് സന്ധ്യനാമം ചൊല്ലുമ്പോൾ ചൊല്ലിയിട്ടുണ്ട്, ശൂർപ്പണക തന്നുടയ കർണനാസി കാകുജം. അറിയാമല്ലോ ചരിത്രം. ആ പുരാണ കഥയാ. ശൂർപ്പണക തന്നുടയ കർണനാസി കാകുജം. അത് അറുത്ത് കളഞ്ഞു. ഇവിടെ ഇതാ തന്നെ പിടിക്കാൻ വന്ന
അവൻ്റെ കാത് അറത്തു. എന്നെ പിടിക്കാമെന്നാ ശരിക്ക് വേദനിച്ചോട്ടെ, മറ്റേ കാതുകൂടെ അറക്കടാന്നല്ല യേശു പറഞ്ഞത്. അന്നേരം അതെടുത്ത് പിറ്റ് ചെയ്ത് അവൻ്റെ വേദന ശമിപ്പിച്ചു. ഇതാ യേശുവിൻ്റെ മാർഗം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനധികം ആ ഭാഗം വിസ്തരിക്കുന്നില്ല. സുവിശേഷം വന്നതുകൊണ്ടാണ് ഇത്രയും മാന്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. വിദ്യ അഭ്യസിക്കുവാനിടയായി, സ്കൂളിൽ കയറുവാനിടയായി, വൃത്തിയുള്ള വസ്ത്രം ധരിക്കാനിടയായി, അന്തസ്സായിട്ട് വഴിയിൽ കൂടെ നടക്കുവാൻ ഇടവന്നു. മാന്യമായിട്ട് ജീവിക്കുവാൻ പഠിപ്പിച്ചു. അടിമ സമ്പ്രദായം നിർത്തലാക്കാൻ ഇതാണ് മുഖാന്തരം. അങ്ങനെ എന്തെല്ലാം ശ്രേഷ്ഠതകളുണ്ടായി സുവിശേഷം നിമിത്തം. അപ്പോൾ ആ സുവിശേഷമാണ് ഇന്നും നാളെയും ഇവിടെ ഉയർത്തുന്നത്. ഈ സുവിശേഷത്തിൽ ആര് വിശ്വസിക്കും അവർക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നിത്യതയും കൈവരിക്കുമെന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുക. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ 8-ാം അധ്യായത്തിൽ ഇരുള് മൂടിയ ലോകത്തിൽ വെളിച്ചമായ ക്രിസ്തുവേശു, 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ദൈവമായി ക്രിസ്തു പരിലസിക്കുന്നു. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന യേശുവിനെ നമ്മൾ ദർശിക്കുന്നു. 11-12 അധ്യായം ചേർത്ത് പഠിക്കുമ്പോൾ മുമ്പേ ഓർപ്പിച്ചല്ലോ, മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമാകുന്ന ലാസറിനെ യേശു ഉയർപ്പിച്ചു. യേശുവിൻ്റെ വിശേഷത മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. 13-ാം അധ്യായത്തിൽ നമുക്കറിയാം പെസഹ എന്ന പ്രധാനപ്പെട്ട സംഭവം നടക്കുക. ശിഷ്യന്മാരും യേശുവും പെസഹ ആചരിക്കുന്നു, അത് പൂജിക്കുന്നു. 14-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യമാണ് ചിന്തയ്ക്കടിസ്ഥാനമായി വായിച്ചത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. യേശു പറയുക, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകുക. 1-2 കാര്യം കൂടെ അധ്യായത്തോട് ബന്ധപ്പെട്ട് പറയട്ടെ. എല്ലാ അധ്യായത്തിലും കയറി ഇറങ്ങി ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് അതിന് തുനിയുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ പറയാം. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുക, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 2 വാക്യം വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യവും 1-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യവും. 2 വാക്യവും നമുക്ക് പരിചിതമായ വാക്യമാണ്. എങ്കിലും കർത്താവിന്റെ ദാസൻ വായിച്ച് ഒന്ന് സഹായിച്ചാട്ടെ. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 35-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ശ്രദ്ധിക്കുക, നിങ്ങൾ വചനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പഠിച്ചവരുമായി ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നതിൽ കൂടുതൽ ആൾക്കാരും. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഞാൻ ഇങ്ങനെയും കൂടെ പറയാറുണ്ട്. ഈ അധ്യായം കണ്ടെത്തലുകളുടെ ഒരു അധ്യായമാണ്. കണ്ടെത്തലുകളുടെ അധ്യായം. അന്യോന്യമൊക്കെ പലരെയും കാണുന്നു. 1, യേശുവിനെ കാണുന്നു. 2, യേശു ചിലരെ കാണുന്നു. 3, യേശുവിനെ കണ്ടവർ വേറെ ചിലരെ ചെന്ന് കാണുന്നു. ഇങ്ങനെയായി 1-ാം അധ്യായം. എല്ലാം വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. യേശു നിന്നെ കാണും. യേശു എന്നെയും നിന്നെയും എല്ലാം കാണും. നമ്മളെ എല്ലാം കാണും. അവിടുത്തെ കണ്ണിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനാ അവിടുന്ന്. എൻ്റെ ഭാഷ പറഞ്ഞ എവിടെ ഇരുന്നാലും യേശു കാണുമെന്നുള്ളതാണ്. സ്തോത്രം. 1-ാം അധ്യായത്തിലുണ്ട് നഥനയേല്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ലെന്ന് യേശു പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്നെ എങ്ങനെ അറിയും? അപ്പൊ പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ അത്തിയുടെ കീഴിലിരുന്നാലും യേശു നിന്നെ കാണും. മാത്രമല്ല, അത്തിയുടെ മേളിലിരുന്നാലും യേശു കാണും. നിങ്ങൾക്കറിയാം, യേശു നടന്നു വരുന്നപ്പോൾ ആളി കുറുകിയവൻ, എല്ലാവരിലും നിങ്ങളെ കുറവായതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. മുന്നേ ഓടി ഒരു കാട്ടത്തിയുടെ മേളിൽ കയറിയിരുന്നു. യേശു ആ വഴി വരുമ്പം മേളിൽ ഇരുന്നൊന്ന് നോക്കാമല്ലോ എന്ന്. യേശു ആ സ്ഥലത്ത് വന്ന് മേളിലോട്ട് നോക്കി. ഇവൻ യേശുവിനെ കാണാതിരുന്നെങ്കിൽ യേശുവിനെ കണ്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പം അത്തിയുടെ കീഴിലിരുന്നാലും യേശു നിന്നെ കാണും, അത്തിയുടെ മേളിൽ ഇരുന്നാലും യേശു നിന്നെ കാണും. ഇനിയും അത്തിക്ക് മറഞ്ഞിരുന്നാലും യേശു കാണും. അത്തിയെന്ന് എഴുതിയിട്ടില്ലെങ്കിലും വേദപഠിതാക്കളിൽ ചിലർ പറയുന്നത് ആദി മാതാപിതാക്കളാകുന്ന ആദമും ഹവ്വയും വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് ഒടുവിൽ നഗ്നരെ നിറഞ്ഞ്
ഇവര് മറഞ്ഞിരുന്ന് അത്തിക്ക് മറഞ്ഞിരുന്നെന്നാ ചിലർ പറയുന്നത്. തർക്കമൊന്നും വേണ്ട, ഇനി അത് പറഞ്ഞ് സഭ രണ്ടാവുമൊന്നും വേണ്ട. അങ്ങനെ ആണെന്നല്ലോ, ഇത് രണ്ടാകാൻ ഒരു ചെറിയ വിഷയം മതി. അപ്പോൾ അത്തിയെങ്കിൽ അത്തി, ആപ്പിൾ ആന്നേ ആപ്പിൾ, എന്തേലും ആയിക്കോട്ടെ. എന്നാലും ചെല്ല് പറഞ്ഞത് അത്തിക്ക് മറഞ്ഞിരുന്നെന്നാ. കാരണം അത്തിയില കൂട്ടിയാന്നല്ലോ അരയാട ഉണ്ടാക്കിയത്. അപ്പം അത് ഇലയെടുത്ത് ഇത് പരിവർത്തനാക്കി വെച്ച് അവിടെ തന്നെ മറഞ്ഞിരുന്നെന്നാ. അപ്പം അങ്ങനെയെങ്കിൽ അത്തിയുടെ കീഴിയിരുന്നാലും യേശു നിന്നെ കാണും, അത്തിയുടെ മേളിൽ ഇരുന്നാലും യേശു നിന്നെ കാണും, അത്തിക്ക് മറഞ്ഞിരുന്നാലും യേശു നിന്നെ കാണും. ഇന്ന് രാത്രി യേശു ചിലരെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വെട്ടത്തോട്ട് വന്നിരിക്കാൻ ഒക്കുന്നില്ല, വണ്ടിക്ക് മറഞ്ഞോ വഴിയിലോ വഴിത്താരെ നിൽക്കുകയായിരിക്കും, മതി അവിടെ നിന്നോ. പക്ഷേ യേശു നിന്നെ കാണുന്നുണ്ട്, അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അപ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം കണ്ടെത്തലുകളുടെ ഒരു അധ്യായവും കൂടെ. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. കർത്താവിന്റെ മഹത്വം. കടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിന്റെ വിശേഷത ലോകപാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. യേശുക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും അവൻ വിളക്കാകുന്ന കുഞ്ഞാടെന്നും വേളുകടിക്കാൻ വരുന്ന കുഞ്ഞാടെന്നും ഒക്കെ അലങ്കാര ഭാഷയിൽ ഈ തിരുവെഴുത്തിൽ പലയിടങ്ങളിലും ക്രിസ്തുവിനെ അവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറയുക ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ നമ്മൾ ദർശിക്കുന്നുണ്ട്. വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ മകനാകുന്ന ഇസഹാക്കിനെ ഞാൻ പറയുന്ന ഇടത്ത് കൊണ്ടുപോയി ഹോമയാഗം കഴിക്കണം. ആ ഭാഗം നിങ്ങൾക്കറിയാം, വിസ്തരിക്കണ്ട. ഇസഹാക്കും അബ്രഹാമും കൂടെ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുക. അബ്രഹാം ദൂരെ വെച്ച് ആ സ്ഥലം കണ്ടു. ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. ഇടയ്ക്ക് കയറി പറയട്ടെ, അത് വേർപാടിനെ കാണിക്കുന്നതാണ്. ബാല്യക്കാരും കഴുതയുമായിട്ട് പോയാൽ ആരാധന ശരിയാകത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ബാലനും അവിടെ ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ആരാധിക്കുന്ന ദൈവമക്കളോട് പറയാം, കർക്കശമായ വേർപാടും പാലിക്കണം. അങ്ങനെ അബ്രഹാമും തൻ്റെ മകനാകുന്ന ഇസഹാക്കും കൊണ്ട് ദൈവം പറഞ്ഞ സ്ഥലത്തെത്തി. അബ്രഹാം യാഗപീഠം അടുക്കി തൻ്റെ മകനാകുന്ന ഇസഹാക്കിനെ കയ്യും കാലും കെട്ടി യാഗപീഠത്തിൽ കിടത്തി. അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ ആ ഹോമയാഗം അർപ്പിക്കുവാൻ അവൻ കണ്ടിക്കുവാൻ വേണ്ടി കത്തിയെടുത്തപ്പോൾ സ്വർഗത്തിൽ നിന്ന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, അബ്രാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത്. സ്തോത്രം. അബ്രഹാം പുറകോട്ട് നോക്കിയപ്പോൾ ഒരാട്ടിൻകുട്ടി കൊമ്പ് കുരുക്കപ്പെട്ട് കിടക്കുന്നു. അബ്രഹാം ചെന്ന് അതിനെ പിടിച്ച് ഇസഹാക്കിന് പകരം യാഗമർപ്പിച്ചു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരാട്ടിൻകുട്ടി അറക്കപ്പെടുന്നുണ്ട്. അത് വ്യക്തിക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്. നിങ്ങൾക്കറിയാം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വീട് 1-ന് ഒരാട്ടിൻകുട്ടി. ആബീമ മാസം 1 മുതൽ മാസത്തിൻ്റെ ആരംഭമായിരിക്കണം. 10-ാം തീയതി ഒരാട്ടിൻകുട്ടിയെ വേർതിരിക്കണം. 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. ആ ആട്ടിൻകുട്ടിയെ 14-ാം തീയതി സന്ധ്യാസമയത്ത് ഇറത്ത് അതിൻ്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തി മുക്കി കട്ടിളക്കാൻ 2-ലും കുറുമ്പടിമേലും പുരട്ടണം. കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറയ്ക്ക് കുഞ്ഞാടിനെ തീയിൽ ചുട്ട് കയ്പ് ചീരിയോടുകൂടെ ഭക്ഷിക്കണം. ആമൻ. വിസ്തരിക്കണ്ട, നിങ്ങൾക്കറിയാം. അങ്ങനെ വീട് 1-ന് ഒരാട്ടിൻകുട്ടി ആമൻ യാഗമായി തീർന്നു, അറക്കപ്പെട്ടു. ഇത് കുടുംബങ്ങൾക്ക് വേണ്ടി അറക്കപ്പെടുന്ന കുഞ്ഞാണ്. ലേവിയ പുസ്തകം 16-ാം അധ്യായത്തിൽ 2 ആട്ടിൻകുട്ടിയെ കാണുന്നു. ഒന്ന് അസസേലിന് ചീട്ട് വീണയാട്. ആ ഒരാട്ടിൻകുട്ടിയെ മാറ്റി നിർത്തിയിട്ട് പുരോഹിതൻ തൻ്റെ 2 കൈയും ഈ ആട്ടിൻകുട്ടിയുടെ ശിരസിൽ വെച്ച് ഇസ്രായേൽ മക്കൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങളും അനീതികളും പാപങ്ങളുമല്ല ആട്ടിൻകുട്ടിയുടെ ശിരസിൽ വെച്ച് നിയമിക്കപ്പെട്ട പുരുഷന്റെ കൈവശം ആട്ടിൻകുട്ടിയെ കൊടുത്തയക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഈ ആട്ടിൻകുട്ടിയുടെ പ്രത്യേകത ഇസ്രായേൽ ഗോത്രങ്ങളുടെ മാത്രം പാപം വഹിച്ചുകൊണ്ട് പോകുന്ന ആട്ടിൻകുട്ടി. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ വ്യക്തിക്ക് വേണ്ടി ഇറക്കപ്പെടുന്ന കുഞ്ഞാട്. പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെടുന്ന കുഞ്ഞാട്. ലേവിയ പുസ്തകം 16 ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രം പാപം വഹിക്കുന്ന കുഞ്ഞാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്ന കുഞ്ഞാട് വ്യക്തി
കുടുംബത്തിനും ഗോത്രങ്ങൾക്കും വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിന്റെയും പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാട് ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ വിശേഷത മുഴു ലോകത്തിന്റെയും പാപം വഹിച്ച് പരിഹരിക്കുന്നവനാ. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്ക് നിന്നെ ശുദ്ധീകരിക്കും. നിന്റെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാലും, എത്ര കടിച്ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ, പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പുണ്യാക രക്തമാണ് യേശുവിന്റെ രക്തം. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. ആമേൻ. ആ നഷ്ടപ്പെടുത്തിയ ദൈവതേജസ് തിരികെ തരുവാൻ, പാപികളാകുന്ന മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുവാൻ പാപമില്ലാത്ത പരിശുദ്ധനായ ക്രിസ്തു സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിൽ ഇറങ്ങി വന്ന് കന്യാസൂനമായി ഇവിടെ ജീവിച്ച് നാടെങ്ങും നന്മ സുവിശേഷിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി നാനാ വ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെ സുഖമാക്കി തിരുവെടുത്ത് അവിടത്തെ പറ്റി മുന്നമേ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുക, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം ആമേൻ സ്തോത്രം മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇങ്ങനെ ഒന്നുകൂടെ തെളിച്ചങ്ങ് പറയാ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പറ്റി തിരുവെഴുത്തുകൾ കുറിച്ചു വെച്ചു. തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ജനിച്ചു, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ജീവിച്ചു, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ശുശ്രൂഷിച്ചു, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് അടക്കി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തു, തിരുവെടുത്ത് പറയുന്നത് പോലെ ഇന്നും അവിടെ ജീവിക്കുന്നു. ഇനി തിരുവെടുത്ത് പറയുന്നത് പോലെ അവിടുന്ന് തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ആ കർത്താവാകുന്ന യേശു ക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ ശുശ്രൂഷിച്ചു. തൻ്റെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയില്ല. വന്ന രോഗികളെയെല്ലാം യേശു സൗഖ്യമാക്കി. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ചന്ദ്രരോഗികള്, കുഷ്ഠരോഗികള്, പക്ഷപാതക്കാർ, ദീനക്കാർ, മുടത്ത് സകലരെയും യേശു സൗഖ്യമാക്കി. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പവൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പവൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്ത്, ഭക്തരൊരയ്യായിരം ജനം അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ. ഇക്കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാൽ നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാകിടപ്പും കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നമൂരെ കുന്തിരിക്ക കാഴ്ച വെച്ചു. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നമൂരെ കുന്തിരിക്ക കാഴ്ച വെച്ചു. ഉന്നതാധികാരമുള്ള മന്നവല്ലി എന്നു
ഘോഷിക്കുന്നിതാ നിശങ്കമായി സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെ ഉത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെ ഉത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. തന്റെ അടുക്ക വന്ന എല്ലാവരെയും യേശു സൗഖ്യമാക്കി. അവിടുന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി പോയി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്ത് ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. യേശുവിൻ്റെ ക്രൂശുമരണം, യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, അവിടുത്തെ തിരുമരണത്താൽ, അവിടുത്തെ തിരുരക്തത്താൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമുണ്ട്. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? ഈ രക്തം നിർമ്മല രക്തമാണ്. യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. കാരണം ക്രിസ്തുവിൽ പാപമില്ല. അവിടുന്ന് പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്ത പരമവിശുദ്ധന ക്രിസ്തു. പല കോടതി മാറി മാറി വിസ്തരിച്ചിട്ടും യേശു ക്രിസ്തുവിൽ യാതൊരു കുറ്റവും കണ്ടില്ല. ഒടുവിൽ പീലാത്തോസ് വിസ്താരമെല്ലാം കഴിഞ്ഞ് വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവന്റെ ഭാര്യയ്ക്ക് രാത്രിയിൽ ദർശനമുണ്ടായി പറഞ്ഞു, കാര്യമൊക്കെ കാര്യം, ആ നീതിമാന് വിരോധമായിട്ട് കാര്യമൊന്നും ചെയ്തേക്കരുതെന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ പറഞ്ഞു, മറ്റവനെ ശാസിച്ചു, മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞു. ആണി അടിച്ചിട്ട് നീ ഒതുങ്ങുന്നില്ലല്ലോ, മിണ്ടാതിരി. നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ഈ ക്രൂശിൽ കയറി. ഈ നീതിമാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ദൈവത്തിന് മഹത്വം. അന്നാസും കയ്യപ്പാവും ഒക്കെ മാറി മാറി വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ല. സ്തോത്രം. അന്നാത്തും കയ്യപ്പാവും ഹേരോദും അന്നു നിന്നെ, അന്നാത്തും കയ്യപ്പാവും ഹേരോദും അന്നു നിന്നെ നിന്നിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ, നിന്നിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ, മറുത്തതില്ലതെല്ലും റോമ ഗവർണർ മുൻപിലും നീ, മറുത്തതില്ലതെല്ലും റോമ ഗവർണർ മുൻപിലും. തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടും നടിയാർ തവ പാദങ്ങളാശ്രയമേ, വണങ്ങിടും നടിയാർ തവ പാദങ്ങളാശ്രയമേ. പേശി പുലമ്പി ദുഷ്ടർ ക്രൂശിച്ചിടും പൊഴുതും, പേശി പുലമ്പി ദുഷ്ടർ ക്രൂശിച്ചിടും പൊഴുതും, വാശിക്കതീതമായി തീർന്നില്ല നിൻ ഹൃദയം, വാശിക്കതീതമായി തീർന്നില്ല നിൻ ഹൃദയം. വിമല കാന്തിജനു മുഖം വിളങ്ങി ശാന്തിയാർന്നു, വിമല കാന്തിജർന്നു മുഖം വിളങ്ങി ശാന്തിയാർന്നു. നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ, നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ, വൻ പ്രതികൂല മധ്യേ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ, വൻ പ്രതികൂല മധ്യേ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ, തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുളുക സതതം. ആമേൻ. തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുളുക സതതം. തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങി
തവ പദങ്ങളാശ്രയമേ. ഓ വണങ്ങിടും നടിയാർ തവ പദങ്ങളാശ്രയമേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഞങ്ങൾ തമ്മിലുള്ള ധാരണയനുസരിച്ചുള്ള സമയമായി ഒരു 10 മിനിറ്റ് കൊണ്ട് എടുക്കാമോ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അവിടുത്തെ രക്തം നിർമ്മല രക്തമാണ്. അവിടുത്തെ തിരുരക്തം പരിശുദ്ധ രക്തമാണ്. ഇത് ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തമാണ്. ഈ രക്തം അവൻ സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന രക്തമാണ്. ഇത് വിലയേറിയ രക്തമാണ്. ഇത് സൗഖ്യം തരുന്ന രക്തമാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാണ്. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം അവൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ യോഗ്യരാക്കി തീർത്ത രക്തം. ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി ആ രക്തത്താൽ വിടുതലും നീക്കുപോക്കുമുണ്ട്. ഈ രക്തം നിന്റെ പാപത്തെ മോചിക്കുന്ന രക്തമാ. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ കീഴ്വഴക്കം കൊണ്ടോ മാമൂല് കൊണ്ടോ ഒന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരത്തില്ലെന്ന സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത്. അവൻ ഭൗതിക വസ്തുക്കളൊന്നും കൊടുത്തിട്ട് പാപത്തിന് പരിഹാരം വരികയില്ല. അവൻ ഒന്നും കൊണ്ട് കൊടുക്കണ്ട. ഇന്ന് രാത്രി നീ ഏറ്റു പറ, യേശുവേ ഞാനൊരു പാപിയാ, യേശുവേ ഞാനൊരു പാപിയാ. ഇന്ന് രാത്രി എൻ്റെ പാപത്തെ ക്ഷമിക്കണം. ഇന്ന് രാത്രി എൻ്റെ പാപത്തെ പൊറുക്കണം. എന്നെ അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വെടിപ്പാക്കണം. എൻ്റെ ഉള്ളത്തിലേക്ക് ഇന്ന് രാത്രി എഴുന്നള്ളി വരണം. അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി രക്തം ചിന്തിയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി പാപമില്ലാത്ത പരിശുദ്ധനായ ക്രിസ്തുവിന്റെ പുണ്യാക രക്തത്താൽ എൻ്റെ പാപങ്ങൾ കഴുകി പോക്കി എന്നെ ശുദ്ധീകരിച്ച് എൻ്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് ആരിന്ന് രാത്രി പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. എന്താ ഈ നാമത്തിന്റെ പ്രത്യേകത? എല്ലാ നാമത്തിലും മേലായ നാമം, രോഗികളെ സൗഖ്യമാക്കുന്ന നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, രോഗികൾ സൗഖ്യമാകുന്ന നാമം, മനുഷ്യന് സമാധാനം കൊടുക്കുന്ന നാമം, മനുഷ്യനെ രക്ഷിക്കുന്ന നാമം, അവൻ പാപത്തിന് മോചനം വരുത്തുന്ന നാമം, എല്ലാ നാമത്തിലും മേലായ യേശുവിന്റെ പരിശുദ്ധ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുടങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. ഇത് പരിമള തൈലം പോലെ സുഗന്ധം പരത്തുന്ന നാമമാണ്. ഇന്ന് രാത്രി ഈ നാമത്തിൽ നിനക്ക് പാപമോചനമുണ്ട്. ഈ നാമത്തിൽ രോഗശാന്തി കൊണ്ട്, ഈ നാമത്തിൽ സൗഖ്യമുണ്ട്. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. യേശുവിനോട് പ്രാർത്ഥിക്കുക. തിരുവെടുത്ത് പറയുക, ആ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതിന് ദൈവം മുഖാന്തരം ഒരുക്കട്ടെ. സാധാരണ ഞങ്ങൾ ഉപദേശിമാർ കൈ പൊക്കാൻ പറയാറുണ്ട്. ഞാനത് പറയുന്നില്ല. കൈയും പൊക്കണ്ട, കാലും പൊക്കണ്ട, ഓടുകയും വേണ്ട, യാടുകയും വേണ്ട, അലറുകയും വേണ്ട. അവിടെ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് കേൾക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എൻ്റെ പാപത്തെ ക്ഷമിക്കണം. പ്രാർത്ഥിക്ക്. യേശു ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും. ഇത് സുപ്രസാദ കാലമാണ്. ഇത് രക്ഷാദിവസമാണ്. ദൈവത്തിന് മഹത്വം. അതിനെ യോഗം ഇടയാക്കി തീരട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. സകല പാപങ്ങളും മോചിക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധ നാമം. 1-ാം അധ്യായത്തിൽ ആമേൻ സ്തോത്രം. ആമേൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട യേശു ക്രിസ്തു ഇന്ന് രാത്രിയും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇന്ന് രാത്രി തൃപ്തിപ്പെടുത്തും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ അതിനകത്താക്കുമെന്ന് തിരുവെടുത്ത് പറയുന്നു. ഇന്ന് രാത്രി ആഗ്രഹത്തോടെ താല്പര്യത്തോടെ ആരടുത്ത് വരും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ആ രക്ഷകൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവിന് ഹൃദയമൊന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഏതാനും സമയം കൊണ്ട് നിർത്തുക. ഇടയ്ക്കത്തെ അധ്യായം ഒന്നും ഞാൻ പറയുന്നില്ല. വായിച്ച വാക്യത്ത് കൂറ് പുലർത്തണമല്ലോ. ആമേൻ. കർത്താവ് പെസഹ എല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാരോട് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്.
അതെന്താ കാരണം? പറയാൻ പല കാര്യമുണ്ട്. പ്രധാനപ്പെട്ടൊരു കാര്യം, അവിടുന്ന് കഷ്ടാനുഭവങ്ങളിലേക്ക് കടന്നു പോവുകയാ. ശിഷ്യന്മാരിൽ പലർക്കും ഇത് മനോവിഷമം ഉളവാക്കി. ചിലർ പറഞ്ഞു നീ അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. ചിലർക്കത് വലിയ ദുഃഖമുളവാക്കി. എന്നാൽ വേറൊരു അർത്ഥവും കൂടെ ഉണ്ട്. ആ 13-ാം അധ്യായത്തിൽ ഈ 14:1 ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ കാര്യം, 13-ാം അധ്യായം പഠിക്കുന്നവർക്കറിയാം പെസഹായുടെ ഒരുക്കനാൾ വന്നപ്പോൾ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എവിടാ നിനക്ക് പെസഹ ഒരുക്കേണ്ടത്? അങ്ങനെ ചോദിക്കാൻ കാര്യം പറയാം. യേശുവിന് കയറിക്കിടക്കാൻ ഇടമില്ല. ശിഷ്യന്മാർക്ക് യേശുവിനും കയറിക്കിടക്കാൻ ഇടമില്ല. യാത്ര ചെയ്യാൻ വാഹനമില്ല. കരം കൊടുക്കാൻ കാശില്ല. ചില യോഗമൊക്കെ കഴിഞ്ഞാൽ ഭക്ഷണം പോലും കിട്ടുന്നില്ല. അതുകൊണ്ടാണല്ലോ വിശന്ന് പ്രാണം തല്ലിയായി നിങ്ങൾ ഈ പോകുന്നത്. അതുകൊണ്ടായിരിക്കാം ശിമോൻ്റെ വീട്ടിൽ ചെന്നപ്പം വിശന്നുകൊണ്ടായിരിക്കാം കൈ കഴുകാതെ പെട്ടെന്ന് ഭക്ഷണം കടിച്ചെന്ന് എൻ്റെ ഒരു ചിന്ത. ആയിക്കോട്ടെ. അപ്പോൾ അവർ പറഞ്ഞ് പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിച്ചു. ആരുടെയോ വയലിറങ്ങി കതിരി പറിച്ച് തിരുമ്മി തിന്ന ചരിത്രങ്ങളും നമുക്കറിയാം. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടും ഞെരുക്കവും ഒക്കെയുള്ള കാലമാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞല്ലോ, ആമേൻ, നരികൾക്ക് കുഴിയുണ്ട്, പറവജാതിക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് സ്തോത്രം. നരികൾക്ക് വസിപ്പതിനായി കുഴിയും പറവയ്ക്കു വസിപ്പതിനായി കൂടും. നരികൾക്കു വസിപ്പതിനായി കുഴിയും പറവയ്ക്കു വസിപ്പതിനായി കൂടും. ഭൂവിലുണ്ടിവനോ തല ചായ്പതിനായി കുരിശല്ല, ഈ പാരിൽ സ്ഥാനമില്ല. ഭൂവിലുണ്ടിവനോ തല ചായ്പതിനായി കുരിശല്ല, ഈ പാരിൽ സ്ഥാനം ഇല്ല. കുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാണീൻ. കുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരേറി. അവനീശുതൻ മഹിമോന്നതനം, അവനീശ്വരനിൽ ബഹുവന്ദിതന. അവനീശുതൻ മഹിമോന്നതനം, അവനീശ്വരനിൽ ബഹുവന്ദിതന. അവനീവിധമേട സമാനമുഴം നതു കാണീൻ. പാപികളാ നരർഗായി അവനീവിധമേട സമാനമുഴം നതു കാണീൻ. പാപികളാ നരർഗായി കുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാണി. അവൻ നരികൾക്ക് കുടിയുണ്ട്, പറവജാതിക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായിപ്പാൻ ഇടമില്ല. അപ്പൊ എല്ലാം കൊണ്ടും ആമൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നയാളാണ്. അപ്പൊ അതുകൊണ്ട് കയറിക്കിടക്കാൻ ഇടമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, കരം കൊടുക്കാൻ കാശില്ല. അതുകൊണ്ട് ശിഷ്യന്മാർ വന്ന് ചോദിച്ചത്, ഗുരു, ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കേണ്ടത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എതിരെയുള്ള നിങ്ങൾ നഗരത്തിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ഒരാൾ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് വരും. നിങ്ങളവൻ്റെ പുറകെ പോകണം. അവൻ്റെ ഒരു വലിയ വീട്ടിൽ കയറും. നിങ്ങളും ആ വീട്ടിൽ ചെല്ലണം. അപ്പം വീട്ടുടയവൻ ചോദിക്കും എന്താ വന്നെന്ന്. അപ്പം നിങ്ങൾ പറയണം, ഗുരുവിന് പെസഹ ഒരുക്കാൻ ശാല എവിടെ? അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിക്കും. ഇതൊരു പ്രവചനം പോലെ പറഞ്ഞു. അത് അച്ചട്ടായിട്ട് നടക്കുകയും ചെയ്തു. അങ്ങനെ ഇവര് ആ പട്ടണത്തിൽ ചെന്നു, ഈ വീട് കണ്ടു, വീട്ടുടയവനെ കണ്ടു, കാര്യം പറഞ്ഞു, ക്രമപ്പെടുത്തി. സമയമായപ്പോൾ ക്രിസ്തുവും ശിഷ്യന്മാരും പെസഹ ഭുജിപ്പാൻ ഒന്നിച്ചു കൂടി. ചില ഫോട്ടോയിലൊക്കെ നിങ്ങൾ കാണാറുണ്ട് വരച്ചവരെ. എന്തുമായിക്കോട്ടെ, കർത്താവിന് മഹത്വം. യേശുവും ശിഷ്യന്മാരും ഇങ്ങനെ ഇരിക്കുക. എൻ്റെ ഒരു ഭാവനയും കൂടെ ചേർത്ത് അങ്ങ് പറയുക. അപ്പം ഈ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ അകവാള് വെട്ടി. കാരണം ഇവർ പലരും മുക്കുവന്മാരും കടൽ തീരത്ത് കടലും പടകും വലയും ഒക്കെ ആയിട്ട് ഇടപെട്ടവരാ, സാധാരണക്കാരാ ചിലര്. ഇവർ ഈ പട്ടണത്തിൽ ചെന്ന് ഈ വൻമാളിക, വിരിച്ചൊരുക്കിയ വൻമാളിക ഇത് കണ്ട് മാനുഷികമായി നമുക്ക് ആണെങ്കിലും തോന്നും, ഇതൊക്കെ കാണുമ്പം വലിയ അത്ഭുതം തോന്നും. എൻ്റെ അനുഭവത്തിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ധാരാളം, ഒന്നല്ല പല സംഭവങ്ങൾ.
ചില വീടുകളിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുന്നതിന് മുന്നേ വീട് കണ്ട് അന്തം വിട്ടു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വേറൊരു വീട്ടിലൊരിക്കൽ എന്നെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്, വീടും പരിസരവും കൊണ്ട് അന്തം വിട്ടുപോയി. ദീർഘദൂരം യാത്ര ചെയ്താ ചെന്നപ്പോൾ ഞാനങ്ങ് ഓപ്പണായിട്ട് പറയുന്ന ആളാണ്, നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ബാത്റൂമിൽ നിന്ന് പോകണം. എന്നാ വാന്ന് പറഞ്ഞു. വേറെ 1-2 മുറിയൊക്കെ വലിയ വീടാ, എല്ലാം കഴിഞ്ഞ് ബാത്റൂമിൽ അതാന്ന് പറഞ്ഞു. ഇതിനകത്തോട്ട് കയറിയിട്ട് ഇത് ഞെക്കുന്നത് എവിടാ തുറക്കുന്നത് എവിടാന്ന് എനിക്കറിയത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ടും അനക്കമൊന്നുമില്ല. പുള്ളി വന്ന് ഞാനിതെല്ലാം നോക്കുക, എന്തെങ്കിലും കുഴപ്പടി വന്നാൽ പിന്നെ അത് നമ്മളും പ്രയാസമാകും. പിന്നെ പുള്ളി വന്ന് മുട്ടി, എന്തോ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവിടെ നിൽക്കി വരുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേറെ വെളിയിലുണ്ടോ എന്ന് ചോദിച്ചു. സാധാരണ അങ്ങനെ ആണെന്നല്ലോ, ജോലിക്കാർക്കും പുറത്തുള്ളവരൊക്കെ വരുമ്പോൾ അവർക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് അത് മതിയെന്ന് പറഞ്ഞു. അതെന്നാ ഇതിൻ്റെ ഇണക്കൊന്നും അറിയാൻ മേലെന്ന്. കാരണം തന്നെയല്ല, ഇതൊക്കെ കണ്ടിട്ടൊന്നും പോട്ടെ. ഇപ്പം അതാ അങ്ങനെ പറയാനേ ഒക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള വലിയ വലിയ വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. നിങ്ങളിൽ ചില അനുഭവങ്ങൾ കാണാം. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ പോയി, ആ വീട്ടിലെ സെറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞു അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞേച്ച് പുള്ളി അകത്തോട്ട് പോയി. ഭാര്യ അടുക്കളയെ ചായ എങ്ങാണ്ട് തയ്യാറാക്കുക. പുള്ളി പറഞ്ഞ് പാസ്റ്റർ അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. പുള്ളി അകത്തോട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞു. വലിയ വീടാണ്. ഞാനിരുന്നപ്പോൾ ആദ്യമായിട്ട് അങ്ങടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പിന്നെ നോക്കി അവർ കാണാതെ ഞാൻ 3-4 പ്രാവശ്യം ഞാൻ തന്നെയും പൊന്നെ ഇരുന്ന് നോക്കി. അവരെ കാണിച്ചില്ല, കാരണം നാണക്കേടല്ലേ. എൻ്റെ ആയുസിൽ ആദ്യമായി ഇങ്ങനത്തെ ഒരു സെറ്റ് ചെയ്യലേ ഇരിക്കുന്നത്. സാങ്കുട്ടിച്ചാനൊക്കെ ഇരുന്ന് കാണും ധാരാളം. ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ നോക്കി, തള്ള വരുന്നുണ്ടോ നോക്കി. ഇല്ല, അവർ അടുക്കളയില്ല, ശബ്ദം കേൾക്കാം. അങ്ങേരെയും കാണില്ല. അവർ കാണാതെ 3-4 പ്രാവശ്യം ഞാൻ തന്നെ ഇരുന്ന് എന്നതാണെന്നറിയാൻ പറ്റില്ല. നല്ല അപ്പം ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആട്ടെ, ഈ ശിഷ്യന്മാരും ഈ വലിയ വൻമാളിക എന്നാ, വിരിച്ചൊരുക്കിയ വൻമാളിക, ഫർണിഷ്ഡ് റൂം എന്നാണ്. ധനാഢ്യൻ്റെ വീടല്ലേ. ഈ വീട്ടിൽ ഇവർ കയറി, ഈ വീടും പരിസരവും ചുറ്റുപാടും കണ്ട് അന്തം വിട്ടുപോയി. എൻ്റെ ചിന്തയും കൂടെ പറയുക, ശിഷ്യന്മാർ പറഞ്ഞു, യേശു ഉണ്ടെങ്കിലും ഇവർ പറഞ്ഞു, ഏതായാലും ഇങ്ങേരുടെ കൂടെ കൂടിയത് കൊണ്ട് നമുക്ക് ഈ വീട്ടിലെങ്കിലും കയറാൻ ഇടയായി, ന്യായമാണ്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഇങ്ങേരുള്ളത് കൊണ്ടാണ് നമ്മളെ ഈ വീട്ടിൽ ഇരുത്തിയേക്കുന്നത്, അതാ പരമാർത്ഥം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഈ കുഷ്യനും ഈ സെറ്റിയും ഈ ലൈറ്റൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അതൊന്ന് കെടുകയും കത്തുകയും. അന്നാന്ന് ഓർക്കണം. ആയിക്കോട്ടെ, ഈ മാർബിളുമൊക്കെ വിലപിടിപ്പുള്ളതാണ്, എല്ലാം വളരെ മെച്ചപ്പെട്ടതാണ്. ഇതെല്ലാം കണ്ടിവർ അന്തം വിട്ടു. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ആട്ടെ നമുക്കിത് കാണാനെങ്കിലും ഇട ആയല്ലോ. അപ്പം വേറൊരുത്തൻ പറഞ്ഞു, നമുക്കിത് കാണാനേ വിധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, പെട്ടെന്ന് കണ്ടു, പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങുമ്പം നമ്മളെ ഇവിടെ നിന്ന് ഇറക്കും. പുള്ളി ഉള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ഇരുത്തിയേക്കുന്നത്. അതാ അതിൻ്റെ പരമാർത്ഥം. ഞാൻ ദൈവമക്കളോട് എനിക്കൊരു കാര്യം പറയാം. നിന്നെ ആരെങ്കിലും ബഹുമാനിക്കുന്നെങ്കിൽ, നിന്നെ ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ, നിനക്കൊരു ഗ്ലാസ് പച്ചവെള്ളം തരുന്നെങ്കിൽ, നിന്നെ ഇരിക്കാനൊരു കസേര തരുന്നെങ്കിൽ, നിന്റെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ, നിന്റെ കഴിവ് കൊണ്ടോ, മഹിമ കൊണ്ടോ, ജ്ഞാനം കൊണ്ടോ, ധനം കൊണ്ടോ, ആൾബലം കൊണ്ടോ, കായബലം കൊണ്ടല്ല, നീ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം. ഞാൻ എൻ്റെ ജീവിത അനുഭവ സാക്ഷ്യം പറയാറുണ്ട്, തെറ്റിദ്ധരിക്കരുത്. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴേ സാറ് എപ്പോഴും ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, മലയാളം പഠിപ്പിച്ചപ്പോൾ ഞാൻ വെളിയിലോട്ട് നോക്കി ഇങ്ങനെ. അന്നൊക്കെ ബെഞ്ചാണല്ലോ. ഞാൻ ആ ബെഞ്ചിൻ്റെ 4ാമത്തെ ബെഞ്ചിലാണ് ഞാനിരിക്കുന്നത്. മനസ്സിലായ കാര്യം, 4ാമത്തെ ബെഞ്ചിൽ പോയിരിക്കാൻ കാര്യം എന്നാ ജോസേ 4ാമത്തെ ബെഞ്ചിൽ പോയിരിക്കുന്നത്? നല്ലതുപോലെ പഠിക്കൂ, അതുകൊണ്ടാണ്. ജോസൻ ലാസ്റ്റ് ആയിരുന്നോ? നിങ്ങളോ? നിങ്ങൾ 4 വരാൻ സാധ്യതയില്ല. ഞങ്ങൾ 2-4-ലായിരുന്നു. 4ാമത്തെ ബെഞ്ച് ഞങ്ങളുടെ പഠിത്തം അതുപോലെ. അപ്പോൾ ഈ 4ാമത്തെ ബെഞ്ചിലെ ജനലിൻ്റെ സൈഡിലാണ് ഞാനിരിക്കുന്നത്. ഇന്നത്തെ പോലെ ഓർക്കുന്നു, സാറ് മലയാളം പഠിപ്പിക്കുക, നല്ല സാറാ. അപ്പം
അന്നത്തെ സബ്ജക്റ്റ് നളചരിതമാണ്. നളചരിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഉണ്ണായി വാര്യര്. അപ്പൊ സാറ ഇതുങ്ങൾ ചൊല്ലി അർത്ഥം പറഞ്ഞിങ്ങനെ പഠിപ്പിക്കുക. നളനഗരെ വാഴുന്നു ഞാൻ നളന് ജന്മവച നളനമിഴിമാർക്കെല്ലാം നടപടിപ്പാൻ മതിലളിതം മൃദുലളിതം ഗുണമിളിതം ഇത് കളിയല്ല. അപ്പം നന്നായിട്ട് പഠിപ്പിക്കുക. കണ്ടേൻ നികടേ നിൻ കളിവാക്കതവ കേട്ടേൻ കഞ്ചഭവനുടെ വാകനമേ. പിന്നെ അപ്പം നന്നായിട്ടിത് പഠിപ്പിച്ചപ്പോൾ ഒരു ഭാഗം കൂടെ ചൊല്ലി. മിന്നൽ കൊടിയിറങ്ങി വരികയോ, അരയന്നെ ഇങ്ങോട്ട് വരിക. മിന്നൽ കൊടിയിറങ്ങി വരികയോ, വിധുമണ്ഡലമിറങ്ങി ക്ഷിതിയിൽ പോരുകയോ, സ്വർണവർണമാ അന്നം പറന്നിങ്ങി വരികയോ, കണ്ണുകൾക്കിത് നല്ല വീയൂച്ചരികയോ, ഇനി ഒരടി നടന്നാൽ കിട്ടുമേ. അപ്പം ദമയന്തി അരയന്നത്തെ പിടിക്കാൻ പോവാ. ഇനി ഒരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും പ്രതിപദമഭിതോന്ന് മാറുമന്തം നടന്നാൻ അതബദമയന്തി ആളിമാരോട് വേറിട്ടങ്ങത് വിടുതരനെ പ്രവടനൂജേതകാശം. സാറിത് പഠിപ്പിച്ചപ്പോൾ ഞാൻ ജനലിൽ കൂടെ മേളിലോട്ട് നോക്കി, വിമാനം പോകുന്നു. നളചരിത ഭാഗത്ത് വെളി വിമാനം പോകുന്നു. ഞാൻ നോക്കി, വിമാനം ഒന്നും കാണുന്നില്ല, എരപ്പല്ലാതെ ഒന്നും കാണുന്നില്ല. സാറ് കണ്ടു. പുള്ളി ശ്വാസം പിടിച്ച് നളചരിതം ചൊല്ലി അർത്ഥം പറഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കുക. ഞാനെന്നാലും ജനലിൽ കൂടെ വിമാനം. സാറ് കണ്ടു. അന്നത്തെ സാറന്മാരൊക്കെ അങ്ങനെ എഴുന്നേക്കടാന്ന് പറഞ്ഞു. അന്ന് സാറിനെ പേടിയാ. ഇന്ന് സാറ് നമ്മളെ പേടിച്ച് ഇടവഴി നിൽക്കുക. എൻ്റെ സ്റ്റുഡൻറ്റ് അത് പോയി കഴിഞ്ഞാൽ ഞാൻ സ്കൂളിലോട്ട് പയ്യെ. സാറന്മാരെല്ലാം പേടിച്ചാ ജീവിക്കുന്നത്. പേടിയാ. ആണ് ഇവൻ്റെ നാടൻ പോകുമ്പോന്നോ തോക്കാന്നോ വെടിയുണ്ടയാണോ മാല എന്നെ അറിയത്ത പിള്ളേരെല്ലാം അങ്ങനെ. അപ്പം അന്ന് സാറന്മാരെ പേടിയാ. അപ്പം സാറ് പറഞ്ഞു എഴുന്നേക്കടാന്ന് പറഞ്ഞു. എഴുന്നേറ്റു. എന്തുവാ നോക്കിയ? ഞാൻ സത്യം പറഞ്ഞു. വിമാനം കണ്ടോ? ഇല്ല. ബെഞ്ചെ കയറ്റി നിർത്തി ചൂരലിനടിച്ചു. എന്നൊക്കെ അങ്ങനെ മുട്ടിന് കീഴെ പൊട്ടുകയും ചെയ്തു. പാടുമൊക്കെ വേണം. വീട്ടിൽ വന്നപ്പോൾ അമ്മ അറിഞ്ഞു വെച്ച് പറഞ്ഞു 2 കൂടെ കൊടുക്കാൻ സാറിനോട് പറഞ്ഞേക്കാൻ. അതാ വീട്ടിൽ നിന്നുള്ള ഓർഡർ. ഇന്നതൊന്നും അങ്ങനെ അല്ല. അപ്പോൾ എന്തായാലും എന്നോട് പറഞ്ഞ് എംപോസിഷൻ എഴുതാൻ 101 പ്രാവശ്യം എഴുതി. അതുകൊണ്ടല്ലേ ഇപ്പോഴും തെറ്റാതെ ചൊല്ലിയത്. എത്ര വർഷം കഴിഞ്ഞു? കുത്തിയിരുന്ന് എഴുതുകയായിരുന്നു. അപ്പം പറഞ്ഞു വന്നത്, വിമാനം കണ്ടോ? അതുമില്ല. അടി കിട്ടി ഊപ്പാടും വന്നു. എംപോസിഷനും എഴുതി. പ്രോസ്പെരിറ്റി പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. പോയ ചരിത്രവും പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഈ പൊട്ടനായ പോഷനായ ഒരു വിവരവും ഇല്ലാത്ത എന്നെ, പഠിച്ച ക്ലാസ്സൊന്നും പറയുന്നില്ല, ഇത്ര അറിഞ്ഞാൽ മതി. ഇപ്പം മനസ്സിലായല്ലോ. കൂട്ടി വായിക്കാൻ പോലും പലതും അറിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ മഹാകരുണയാൽ യേശുവിനെ അറിഞ്ഞ് ഈ കൃപയിൽ വന്ന് എന്നാലാവും വിധം കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. എന്നെ സ്നേഹിച്ച്, ഈ വേലയെ സ്നേഹിച്ച്, ദൈവത്തെ ഭയപ്പെട്ട് അനേക ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ളവർ ബഹുമാനിപ്പാനും ആദരിക്കുവാനും ശുശ്രൂഷിപ്പാനും ഇടയായി. അനേക രാജ്യങ്ങളിൽ വിമാനത്തെ പോകാനിടയായി. അത് പോകാനിടയായത് എൻ്റെ ശൈലി പറയുക, നിങ്ങൾ എന്തോ ധരിച്ചാലും ഈ പുസ്തകം എടുത്തത് കൊണ്ടാണ്, ഈ കൃപയിൽ വന്നതാണ്. അന്ന് വിമാനം കാണാനായിട്ട് നോക്കി, മറ്റു നില ചിന്തിക്കരുത്. അതിനുശേഷം വിമാനത്തിലിരുന്ന് ഊപ്പാട് വന്നു. വല്ലച്ചാതി ഇതെവിടെയെങ്കിലും കൊണ്ട് നിർത്തിയാൽ മതി എന്നോർത്തിരിക്കുക. അയ്യോ എത്ര മണിക്കൂറായിരിക്കുന്നു. നടുവും വേദനിച്ച് കാലും നീര് വെച്ച് ഇരുന്നിരുന്ന് ഊപ്പാട് വന്നിട്ടുണ്ട്. അപ്പം മറ്റു നില ചിന്തിക്കരുത്. പോയ ചരിത്രമൊന്നും പറയുകയല്ല. ഈ മാർഗത്തിൽ വന്നതാണ് നിന്റെ ഭാഗ്യം. യോഗ്യമായി ജീവിക്കാൻ പഠിച്ചതും പഠിപ്പിച്ചതും ഈ മാർഗത്തിൽ വന്നതുകൊണ്ടാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, വിസ്തരിക്കുന്നില്ല. ശിഷ്യന്മാർ പറഞ്ഞു, പുള്ളി ഉള്ളത് കൊണ്ടാണ് നമ്മളെ വീട്ടിൽ ഇരുത്തിയതും ഭക്ഷണം തരുന്നതുമല്ല. ഒരുത്തൻ പറഞ്ഞു, എന്നാൽ പെട്ടെന്ന് കണ്ടു, പുള്ളി പോകുമ്പോൾ നമ്മളെയും ഇറക്കി വിടും. ഇങ്ങനെയൊക്കെ ഒരുത്തൻ പറഞ്ഞു, ഓ നമുക്കിത് കാണാനൊക്കെ വിധിച്ചിട്ടുള്ളൂ, ഇങ്ങനത്തെ വീടും ചുറ്റുപാടും. ഇതുകൊണ്ടൊക്കെ ആയി ഹൃദയം കലങ്ങാൻ വേറൊരു കാരണം. ഈ വീടിൻ്റെ പണിയൊക്കെ കണ്ട ആ ഹൃദയം കലങ്ങാൻ ഒരു കാരണം. അതിനൊരു തെളിവ്
14-ാം അധ്യായത്തിൽ അതുകൊണ്ട് ഇതുകൂടെ കണക്കിലെടുത്ത യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. അപ്പോൾ മേളിലൊരു വീടുണ്ട്, പല വീടുകളുണ്ട്, പല വാസസ്ഥലമുണ്ടെന്ന് പറയാനുള്ളതിൻ്റെ ഒരു കാരണം, ഈ പട്ടണത്തിലെ വീടും പണിയും കണ്ട് നിങ്ങൾ കലങ്ങരുത്. ഇതിലൊക്കെ മെച്ചമായ ഒരു വീട് നിങ്ങൾക്ക് വേണ്ടി ഉയരത്തിലൊരുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൻ്റെ മഹത്വം. എന്താണ് പറയാൻ കാര്യം? കലങ്ങരുതെന്ന് പറയാൻ കാര്യം, നമ്മൾ ഹൃദയം കലക്കുന്ന അനവധി നിരവധി സംഭവങ്ങൾ സംഭവിക്കുന്ന നടക്കുന്ന ഒരു അന്തരീക്ഷത്തിലും കാലത്തിലുമാണ് നമ്മൾ വന്നിരിക്കുന്നത്. അക്രമികളും അധർമ്മികളും വഞ്ചകന്മാരും ദൂഷകന്മാരും നന്ദി കെട്ടവരും ഇന്ദ്രിയജയമില്ലാത്തവരും ദാർഢ്യക്കാരും ഏഷണിക്കാരും ഭോഗപ്രിയരും മോഹപ്രിയരും ഇസങ്ങളൊക്കെയുള്ള ലോകമാണ്. ആസിസവും പാസിസവും എത്തിസവും പാന്തിസവും കമ്മ്യൂണിസവും ലീഗലിസവും മോഡേണിസവും ഒക്കെ ഉള്ളൊരു വല്ലാത്ത കാലമാണ്. അക്രമവും അനീതിയും വർദ്ധിച്ചു വരിക. ഇങ്ങനെയുള്ള കാലത്തിൽ നമ്മുടെ ഹൃദയത്തെ കലക്കുന്ന അനവധി നിരവധി വിഷയങ്ങൾ വരും. പക്ഷേ യേശു പറയുക, ഹൃദയം കലങ്ങരുത്. കാരണവും കൂടെ പറയുക. ഒന്ന്, നമുക്കൊരു ദൈവമുണ്ട്. ഏത് ദൈവം? ഏകദൈവമായ, സത്യദൈവമായ, നിത്യദൈവമായ, സാക്ഷാൽ ദൈവമായ, ഈ സകല അണ്ടകടാകത്തെയും ചരാചരങ്ങള് നിർമ്മിച്ചൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. 2, ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക, നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ ഒരു മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ട്. ഇവിടെ നിന്റെ പക്ഷം പിടിച്ചു വാദിക്കുവാൻ ആരുമില്ലെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. 3, നമുക്കൊരു ഭവനം അവിടെ ഒരുക്കുന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ വാടകയ്ക്കായിരിക്കും താമസിക്കുന്ന, വാടക കൊടുക്കാൻ നിർവാഹമില്ല, കയറിക്കടക്കാൻ ഇടമില്ല, യോഗ്യമായൊരു വീടില്ലാത്തവരെ ഇപ്പൊ കേൾക്കുന്നുണ്ടായിരിക്കും. നിരാശപ്പെട്ടു പോകരുത്. നല്ലൊരു ഭവനം നമുക്ക് ഒരുക്കുന്നുണ്ട്. ആമേൻ. 4, ആമേൻ, സ്തോത്രം. അവിടുന്ന് പോയച്ച് തിരിച്ചു വന്ന് നമ്മളെ തന്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. അതുകൊണ്ട് ഇന്ന് രാത്രി ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം. ആ സത്യദൈവത്തെ ഭജിച്ച് നിത്യജീവനെ പ്രാപിക്കുവാൻ ഇന്ന് രാത്രി ഏവർക്കും ദൈവം കൃപ നൽകട്ടെ. സകല പാപങ്ങളും പോക്കി പരിഹരിക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധ രക്തം, സകല രോഗത്തെ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ ദിവ്യശക്തി, നിനക്ക് സമാധാനം നൽകുന്ന നസറിയനാകുന്ന യേശുക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടുവനായി ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി 7 നക്ഷത്രം അല്ലെങ്കിൽ പിടിച്ച് നിലവിളക്ക് നടുവിൽ നിലയെങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കാം.